പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് അവരാണ് കൂടുതൽ അംഗങ്ങളിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷം ഈ കാര്യത്തിൽ. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ആണുങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോകാം. ഏതായാലും വളരെയധികം മനപ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തീൻ മാഷ് നമ്മുടെ ജീവിതത്തിലൊക്കെ, ഞാനൊക്കെ എല്ലാ കാലത്തും എച്ച് എം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം നമ്മുടെ മൊയ്തീൻ മാഷിൻ്റെയാണ്. ജീവിതത്തിൽ ഒരുപാട് എച്ച് എമ്മമാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അതേപോലെ ഒരുപാട് എച്ച് എമ്മമാരുടെ കീഴിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എച്ച് എം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം മൊയ്തീൻ മാഷിൻ്റെയാണ്. കാരണം അത്രയേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ MJ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ മാഷ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം MJയിൽ നിന്ന് കുറച്ചു കാലം വിട്ടു നിൽക്കുകയും പിന്നെ റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം ഇല്ലാത്ത ഒരു MJ ഉണ്ടായിട്ടുള്ളത്. അതുവരെയും അദ്ദേഹം ഇല്ലെങ്കിൽ MJ ഇല്ല എന്ന ഒരവസ്ഥയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ സ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഒരല്പം കടുകട്ടിയാണ് ഇവിടുത്തെ അച്ചടക്കമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിൽ നമ്മൾ വലിയ ഉത്തരവാദിത്വങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ അച്ചടക്കമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊക്കെ പ്രത്യേകിച്ച് തകർന്നു പോകുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും പലതരത്തിലുള്ള മൊത്തത്തിൽ ജീവിതത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ബേസിക്കലി ഒരു മടിയനാണ് ഞാൻ. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്, ബേസിക്കലി മടിയന്മാരാണല്ലോ. എന്നാലും കുറേ ആളുകളെങ്കിലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ, സാധാരണയേക്കാൾ കൂടുതൽ മടിയനായിരുന്നു ഞാൻ. ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നുള്ള വലിയ സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ എത്തിച്ച ആളാണ് പിന്നെ മൊയ്തീൻ മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മരണമടക്കം നമുക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്, അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അയാൾ ബാക്കി വെക്കുന്ന ഒരു അനുഭവങ്ങളും അയാൾ ബാക്കി വെക്കുന്ന സന്ദേശങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സൽക്കർമ്മമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഇതിൻ്റെ ഭാരവാഹികളും അല്ലാത്തവരുമായ എല്ലാ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വന്തം നിലക്കും കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. അല്ല, രണ്ട് വാക്ക് പറ്റി ഒരുപാട് സന്തോഷം. സഹപാഠികൾ, സെക്രട്ടറി, ട്രഷറർ, മറ്റ് മെമ്പർമാർ, നമ്മൾ ഇന്നിവിടെ യാദൃശ്ചികമായിട്ട് ഒരു അനുശോചന യോഗം. അപ്പം യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നമ്മളുടെ ആർക്ക് വേണമെങ്കിലും ആകാം. അതിൻ്റെ ഈ ബോർഡ്, ഈ ഫോട്ടോ ഇപ്പോൾ മൊയ്തീൻ മാഷ് തന്നേ ഉള്ളൂ. അത് വേറെ ആവാം. ഇതിനു മുമ്പ് നമ്മളെ കൊടുത്തപ്പെട്ട ഇപ്പം അടുത്ത് നമ്മൾ കൂടിയ 91 ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സാധിച്ച. അപ്പോൾ ഞാൻ രാവിലെ മുജീബിനെയാണ് വിളിച്ചത്. ഫസ്റ്റിൽ മാഷ് മരണവാർത്ത അറിഞ്ഞപ്പോൾ ഏതൊരു സ്കൂൾ ഗ്രൂപ്പിൽ തന്നെയാണ് വന്നത്. എങ്കിലും അവനാണ് കാന്തപുരമായിട്ട് അടുത്തുള്ള ആളുമാണല്ലോ, പലയിടത്ത് വിളിച്ച് ബോധ്യപ്പെട്ട് പൂനൂർ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. 1 മണിക്കൂറാണ് വീട്ടിലെത്തുമെന്നും പറഞ്ഞു. അപ്പോൾ
ഈ മാഷ് ഒരു അനുഭവങ്ങളും മറ്റും നമ്മൾ അനുസ്മരിക്കാന്നാണല്ലോ ഇപ്പോൾ അനുഭവങ്ങൾ കൂടിയത്. പിന്നെ മാഷ് 1979 NJ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ മാസം ആ ഫസ്റ്റ് അധ്യയന വർഷത്തിൽ അതിൽ ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ ജോയിൻ ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവാണ്. അതിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അപ്പോൾ ആ വർഷത്തിൽ തന്നെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. പെങ്ങളിപ്പം മരിച്ചുപോയി. അപ്പോൾ ഇയാൾ പിന്നെ HM ഏത് കുട്ടിയുടെ വീട്ടിലും വരുന്ന നമുക്കൊക്കെ അനുഭവമായിരിക്കും. അപ്പോൾ വാപ്പയായിട്ട് ബന്ധമുണ്ട്, എല്ലാവരും വാപ്പമാരും രക്ഷിതാക്കളുമായിട്ട് ബന്ധമുണ്ടാവും, വരുമായിരുന്നു. അന്ന് ഞാനന്ന് UP LP സ്കൂളാണ്. അപ്പോൾ പിന്നെ വന്ന് കുറച്ചിരിക്കും. പിന്നെ കൂടുതൽ കാരാട്ട കാതമാഷം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വരുമ്പോൾ അന്ന് പറയായിരുന്നു ഇവനെ അങ്ങോട്ട് ആക്കണം, MJ ആക്കണം എന്ന് വാപ്പോട് പറയും. അത് സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ജ്യേഷ്ഠന് പിന്നെ എൻ്റെ വേറെ 2 പെങ്ങന്മാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ മാഷത്ത് നിന്നുള്ള നമ്മൾ കിട്ടിയൊരു അനുഭവം ആദ്യം എല്ലാവർക്കും ഉണ്ടാവാം ഒരു ഭയം. മാഷെ കാണുമ്പോൾ അന്നൊക്കെ ഒരു ഭയമായിട്ട്. പക്ഷേ ഞാൻ 8ാം ക്ലാസ് എത്തിയപ്പോഴാണ് പക്ഷെ ഭയമുണ്ട്. പിന്നെ 9ാം ക്ലാസ് ലാസ്റ്റ് 10ാം ക്ലാസ് ഓടിയിട്ട് മാഷോടുള്ള ഭയം എന്നോട് പോയിരിക്കുന്നു. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കർക്കശിയാണ് നമുക്ക് ജീവിതത്തിൽ നാളേക്ക് അത് മുതൽക്കൂട്ടാവുന്നതെന്നുള്ള അന്നേരം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ ജീവിതത്തിൽ പറഞ്ഞതാണ്. എത്രത്തോളം പഠിക്കുക, മികച്ച പഠനം, മാർക്ക് നേടുക, അത് പിന്നെ മാഷ പറഞ്ഞ കാര്യമില്ലല്ലോ. മാഷിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് പിന്നെ അനുഭവത്തിലുള്ളതും ആ അച്ചടക്കം. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇപ്പം പറയാം ഡിസിപ്ലിൻ എന്ന് പറയും. അച്ചടക്കം അത് എല്ലാ മേഖലയിലും എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ പഠനത്തിൽ ഒരു ആവറേജ് ആയിരുന്നു. അതിൽ നിന്ന് പോയിട്ട് പിന്നെ പല ബിസിനസ് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുമ്പം പലതും കണ്ടുമുട്ടി അവസാന കാലം പിന്നെ ഞങ്ങളെ ബന്ധത്തു നിന്നൊരു കല്യാണം വരികയും മൂപ്പരെ മകളുടെ കൂളപ്പോയിലുള്ള മകളുടെ മകൻ കിട്ടിയത് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫംഗ്ഷനിലും മൂപ്പരുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ പറയായിരുന്നു പിന്നെ അന്നേരം മുമ്പ് ഇതാ പറയാം കച്ചവടം ഈ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഏത് ജോലിയാണെങ്കിൽ കച്ചവടമായാലും ജോലി തന്നെയാണെങ്കിലും ജോലിയിലുള്ള അച്ചടക്കം അതെപ്പോഴും പാലിക്കണമെന്ന് പറയും. അപ്പോൾ അതൊരു അനുഭവമാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ തന്നെ എല്ലാ അനുഭവവും പറഞ്ഞ് നിങ്ങൾ 10-20 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ അനുഭവം പറഞ്ഞ് ആവർത്തന വിരസത വേണ്ട, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇതൊരു ഒരു പൊതുയോഗമായിട്ടൊന്നും കാണേണ്ട എങ്കിലും പക്ഷെ തന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഹെഡ് മാസ്റ്റർ മരണപ്പെട്ടു പോയ ഹെഡ് മാസ്റ്റർ നമ്മളൊക്കെ കാലഘട്ടത്തിൽ HM ആയിരുന്നു മൊയ്തീൻ മാഷെ വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ മുജീബ് ചോയ് മഠത്തിനെ ക്ഷണിക്കാൻ. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും മനസ്സിൽ ഭയവും ബഹുമാനവും സ്നേഹമുള്ള ഒരു അധ്യാപകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മുടെ HM ആയിരുന്നു. അപ്പോൾ നമ്മുടെ 1ാമത്തെ സംഘം ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. ആരാണ് നമ്മൾ ഫസ്റ്റ് സംഘം എല്ലാവർക്കും അറിയായിരിക്കും, MJ വെച്ച് നടത്തിയത്. അപ്പോൾ ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചത് HM ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ ജസ്റ്റ് 10 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. വേറെ കാര്യത്തിൽ വിളിച്ചാണ്. അപ്പോൾ പുള്ളി ആദ്യം വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഞാൻ മൂപ്പരായിട്ട് വേറൊരു ലേശം വന്നു. മൂപ്പര് പേരിൽ ഞങ്ങളൊരു മാഗസിൻ ഇറക്കി, ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങളാണ് 91 ബാച്ചാണ് ഏറ്റവും നന്നായിട്ട് സംഗമം നടത്തിയത്. പുള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുള്ളി അത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ വളരെ സ്നേഹമായിരുന്നു. വഴിവെച്ച് പോകാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കൗമാരകാലത്ത് കൃത്യമായിട്ട് വഴി നടത്തിയ എന്നുള്ളതാണ് HM പ്രത്യേകത. രാഷ്ട്രീയപരമായിട്ടും പേഴ്സണായിട്ടും ഒരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിൽ അച്ചടക്കത്തിൻ്റെ അധ്യാപന രൂപമായിരുന്നു മൊയ്തീൻ മാഷ്. സത്യം പറഞ്ഞാൽ
ഞാൻ അന്ന് അവിടെ രാവിലെ 6:00 എൻ്റെ പുതിയൊരു ഷമീർ ബാബ എന്ന ഒരാളത് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടു, ഞാൻ കൺഫേം ആക്കി. പുള്ളി അതിൻ്റെ തലേന്ന് ഒരു പരിപാടി പങ്കെടുത്തിരുന്നു. അന്ന് രാവിലെ പുള്ളി ഡ്രസ്സ് ചെയ്ത് മീശയൊക്കെ വെട്ടി ലെവലാക്കി പിന്നെ ഇവിടെ പരിപാടി പോകാനുള്ള ഇതിലാണ്. അപ്പോഴാണ് ഒരു നെഞ്ചുവേദന വരുന്നത്. ഉടൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. കൊടുത്തലേക്ക് മരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ തന്നെ മരിച്ചിട്ടില്ല. അപ്പോൾ അക്കാലത്ത് അധ്യാപകരൊക്കെ ഒരു മുഷിഞ്ഞ തുണിയും ഒരു ഷർട്ടും ഉള്ള സമയത്ത് അലക്കി തേച്ച ഒരു ഗാംഭീര്യമുള്ള ഒരു മനുഷ്യരായിരുന്നു. ആ എംജെന്റെ വരാന്തയിൽ എച്ചം നിൽക്കുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് പറയും പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയും. അത്ര കച്ചടക്കായിരുന്നു. 2 വികാരങ്ങളാണ് എച്ചം ഉണ്ടായ കുട്ടികളുണ്ടാക്കുക. ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് അനങ്ങാൻ കഴിയില്ല. രണ്ടാമത്തെ വേഗം വിടും. 1 അവർ നേരത്തെ വിടും. പുള്ളിയുണ്ട് മിക്ക ദിവസം വിടും. ആ നേരത്തെ വേറൊരു മാഷ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ദിവസം വിട്ട സമയത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ വിസിറ്റ് ചെയ്തു. ശർമാശാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം പുള്ളി വിടൂല. പെച്ചമാവുമ്പോൾ ചെറിയ മയൻ്റെതൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരത്തെ വിടും. ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ആദരവ് തരികയാണെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പായിരിക്കണം. പുള്ളി ഒരുപാട് തവണ പലരോടും പറഞ്ഞു. ആ ഒരു സംഗതി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ട് ഏതായാലും നമ്മുടെ 91 ബാച്ചിനെ പറ്റി വളരെ നല്ല മനുഷ്യന് അഭിപ്രായമായിരുന്നു എച്ചമ്മയുള്ളത്. എപ്പോഴും കാണുമ്പോൾ പറയാം നമ്മുടെ കലക്ടർ ജാഫറിനെ പറ്റിയും എല്ലാവരെ പറ്റിയും. മോനെ എന്നുള്ള വിളിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരോട് പറയുന്നുണ്ട്, MJ വിട്ടതിന് ശേഷമാണ് പുതിയമാശനോട് സ്നേഹത്തോട് പെരുമാറിയത്. നിർഭാഗ്യവശാൽ ഞാൻ 9ാം ക്ലാസ്സിൽ കണ്ട് ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ എപ്പോൾ പുള്ളി വരാതെ കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് 2 അടി കിട്ടും. കുട്ടികൾ അലമ്പുണ്ടാക്കിയ നമ്മുടെ PP ഹാഫീസൊക്കെ ആയിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ആദരവർപ്പിക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്ദി. ഇതിൽ വേറൊറ്റ കാര്യം പേഴ്സണലായിട്ട് ആരും എടുക്കരുത്. നമ്മൾ ആസ് എ കമ്മിറ്റി എന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എല്ലാ ഇടപെടലുകളിലും. അത് ജീവോ മെഹറവി എന്നുള്ളതല്ല, ആരാണെങ്കിലും കുറെ കൂടി നമ്മൾ ജാഗരൂകരാകുക. നമ്മൾ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസ് ചെയ്യുക. അതെവിടെയാണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട്, കാരണം ഞങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഞങ്ങൾ മീൻസ് ഈ കമ്മിറ്റിയിൽ എല്ലാവരും ഇതിന് നേതൃത്വത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഗെയിൻ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടില്ലെങ്കിലും ഒരു മിനിമം റെസ്പോൺസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അത് ബന്ധപ്പെട്ട ഭാരവാഹികൾ കണക്കിലെടുക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി HMന്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. കഴിയുന്നതും നമ്മൾ മുജീബിൻ്റെ കൂടി പോയതല്ല, പിന്നെ വാക്കുകൾ ചുരുക്കിയിട്ട് പെട്ടെന്ന് എന്താണ് ഷൈജു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഭാരവാഹി സുഹൃത്തുക്കളെ, MJ സൗഹൃദ കൂട്ടായ്മയിലെ എൻ്റെ പ്രിയാംഗങ്ങളെ, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് മൊയ്തീൻ മാഷ്. അദ്ദേഹം നമ്മുടെ വിട പറഞ്ഞു പോയി എന്ന് അറിഞ്ഞപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ അത്രയും ഒരു വിഷമവും വേദനയൊക്കെ അനുഭവപ്പെടാനുണ്ടായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപക്ഷെ തോന്നുന്നു വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർക്ക് ഒരു അംഗീകാരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഹെഡ് മാസ്റ്റർമാരുമായിട്ട് കുട്ടികൾക്ക് അത്ര ഒരു ലിങ്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച ആ സ്കൂളിനെ നമ്മളെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ വളർത്തിയെടുത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ രീതികളിലൂടെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രീതികൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ ഇഷ്ടപ്പെടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ അന്ന് വിമർശിച്ച ആളുകൾ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ വഴികളിലൂടെ ആ ഡിസിപ്ലിനിലൂടെയൊക്കെ സഞ്ചരിച്ചത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമായിട്ടുണ്ട്. സ്കൂളിൽ വളരെ നേരത്തെ എല്ലാ അധ്യാപകരും എത്തുന്നതിന് മുമ്പ് മുജീബ് പറഞ്ഞ പോലെ തന്നെ വളരെ
അലക്കി തേച്ച ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ പ്രസന്റ് ആയിരിക്കും അതിരാവിലെ. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു നാഥം തന്നെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ വലിയ പറഞ്ഞ പോലെ നമ്മൾ അധ്യാപകർ ക്ലാസ്സിലില്ലെങ്കിൽ വളരെ ഭയങ്കര ശബ്ദമായിരിക്കും മുകളിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയി മാറും. തൊട്ടപ്പുറത്ത് പെട്ടെന്ന് സൈലൻ്റ് ആയി, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പെട്ടെന്ന് സൈലൻ്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അച്ഛന്മാര് വരുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഒരു ശബ്ദവും ഇല്ല, ഭയങ്കര സൈലൻസ് ആണ്. പിന്നെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണാം അച്ഛൻ ഇങ്ങനെ പുറത്തൂടെ ഇങ്ങനെ ആ രംഗമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് ശരിക്കും അല്ലാതെ എപ്പോഴും മനസ്സിലാതെ ഓർക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അദ്ദേഹം നമ്മളെ അറിയിച്ച പല ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്കൂളിലല്ലാത്ത സന്ദർഭങ്ങളിൽ പല ഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അദ്ദേഹം എന്നോട് കണ്ടിട്ട് വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹവും ഭയങ്കരമായൊരു വാത്സല്യവുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പ്രത്യേകം പറയുകയും നമ്മൾ ഒരു 1-2 തവണ അദ്ദേഹത്തിന്റെ ആ വഴിക്ക് നമ്മൾ നടന്നു പോകേണ്ട അവസരം വന്നപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പ്രത്യേകമായ ഒരു സ്നേഹവാത്സല്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ലൈഫിൽ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വരുന്നത് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനവിടെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററായിരുന്നു. ഒരു അല്ലാതെ പരിചയമുള്ള നാട്ടിലൊരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പം അച്ഛൻ ഇവരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. പൂനൂർ പ്രദേശത്തെ എല്ലാവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛനെയൊക്കെ അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ വളരെ പേടിയോടെയാണ് വരുന്നത്. ഇങ്ങനെ കേട്ടുകേൾവി ഭയങ്കര പേരാണല്ലോ, എംജിആർ എങ്ങനെ ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പം നമ്മുടെ നാട്ടിലെ കുറേ തരികിട വീരന്മാരെല്ലാം കൂടെ ഇരുന്നിട്ട് ഈ പോക്കറ്റിലൊക്കെ എഴുതിക്കൊണ്ടുവന്ന് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുകയാണ്. ഓരോരോ ഈ എഞ്ചുവടി, ജനഗണമന, ഇതെല്ലാം ഇന്റർവ്യൂവിന് 8ാം ക്ലാസ് അഡ്മിഷന് മൂപ്പരടുത്തൊന്ന് പോയിരിക്കണം, ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള റൂമർ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് തുണ്ടുമായിട്ട് പുറത്തെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീൽ അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ അഡ്മിഷൻ കാർഡിൻ്റെ മുകളിൽ അദ്ദേഹം ഇരുന്ന് വളരെ സ്നേഹത്തോട് സംസാരിച്ച് അതിൻ്റെ പുറത്ത് താഴെ ചെറുതായിട്ട് അക്ഷരത്തിൽ എഴുതി 1991 ഡിസ്റ്റിങ്ഷൻ എഴുതിയൊരു 2 വര വരച്ചു. അത് സത്യം പറഞ്ഞാൽ അത് എന്നിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. കാരണം ഇത്രയും ബഹുമാനിക്കേണ്ട ഒരു മനുഷ്യന് അതിൻ്റെ താഴെ എഴുതുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായ ഉത്തരവാദിത്തമായി. അപ്പോൾ എനിക്ക് വേറൊരു അധ്യാപകരും എന്നെ പറഞ്ഞു തരുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഉത്തരവാദിത്ത ബോധം, ഒരു ബാധ്യത, അല്ലെങ്കിൽ എനിക്കത് നിർബന്ധം പോലെയായിപ്പോയി. 91 ബാച്ചിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങണം എന്നുള്ളത് അദ്ദേഹം അത് അന്ന് അവിടെ പറഞ്ഞതാണ്. അങ്ങനെ അന്ന് 91 ബാച്ചിൽ ഡിസ്റ്റിങ്ഷൻ മാത്രമല്ല സ്കൂളിൽ തന്നെ ടോപ്പറായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു നീതി പുലർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ സ്നേഹം പിന്നീട് കണ്ടപ്പോഴൊക്കെ അദ്ദേഹം പലപ്പോഴും നമ്മളെ കാണുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ അദ്ദേഹം നമ്മളെല്ലാവരെയും, അത് പഠിച്ചേറ്റവും മാർക്ക് തുടങ്ങിയെന്ന് മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികളെയും ഓരോ സ്ഥാനങ്ങളിൽ എത്തിയ, പഠനം മാത്രമല്ലല്ലോ, ജീവിതത്തിൽ വിജയം പറഞ്ഞാൽ പഠനമോ അതിൻ്റെ മാർക്കും ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളത് തിരിച്ചറിയും. അപ്പോൾ എല്ലാം നമ്മുടെ വിദ്യാർത്ഥികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അദ്ദേഹം അത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മൾ റിട്ടയർ ചെയ്ത് ഒരുപാട് അധ്യാപകർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ ഇരുന്നതായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. പണ്ട് സ്കൂളിൽ പോകുന്ന അതേ ചിട്ടയോടെ അദ്ദേഹം എത്രയോ സ്കൂളുകൾ നേതൃത്വം നൽകി, എത്രയോ പ്രൈവറ്റ് സ്കൂളുകൾ അദ്ദേഹം വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അവസാനം ആ മരിക്കുന്ന ദിവസം പോലും ഇത്രയും കർമ്മനിരതനായി പ്രവർത്തിച്ചൊരു വ്യക്തി, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥയച്ചനെന്ന് ഭഗവാൻകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ പ്രിൻസിപ്പിൾ കർമ്മം മരണം വരെ കർമ്മോത്സുകനായിരുന്നുകൊണ്ട് അദ്ദേഹം ഈശ്വരിലേക്ക് തന്നെയാണ് നേരിട്ട് നടന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്മരണയിൽ ഒരു പിടി പൂക്കൾ അർപ്പിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം. ഏതൊരു മഹാന്റെ ഓർമ്മയിൽ ആണ് ഒത്തുകൂടിയത്. ആ വ്യക്തി, അതായത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനാധ്യാപകൻ ഈ മാഷിലെ അനുശോചനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയത് കാണുന്നത് തന്നെ. മരിച്ചതിന് ശേഷം അദ്ദേഹം കൂടുതൽ സ്മരിക്കപ്പെടാൻ പോകുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്.
പല ആളുകളും പ്രത്യേകിച്ച് ഒരു വാക്കിനപ്പുറത്തേക്ക് പോകാത്ത കാലത്ത് ഇനി തന്നെ നമുക്ക് തന്നെ തോന്നുന്നതാണ് സ്വാഭാവികമായിട്ടും. മുജീബിലൊക്കെ ഒരു വാക്കില്ലാതെ ഈ ഒരു സംഗതിയാണ് പ്രകടമായി വന്നത്. അദ്ദേഹത്തെ ഇപ്പം നമുക്ക് മുന്നേയുള്ള നമ്മെ പഠിപ്പിച്ച അധ്യാപകർ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും നമ്മളെ ഇത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിച്ചിട്ടില്ല. നമ്മുടെ പ്രിൻസിപ്പൽമാർ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ പ്രധാന അധ്യാപകർ മരിച്ചു പോയിട്ടുണ്ട്. ഹൈസ്കൂൾ കാലത്ത് ഒരു എച്ചം മാത്രം നമ്മെ ഇത്രമേൽ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചിലറിയുന്നു. നമ്മളെന്നല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ MJ സ്കൂളിൽ എൻ്റെ കംപ്ലൈൻ്റ് അയക്കുന്നത് അതിന് പ്രശ്നമില്ലേ? എൻ്റെ പേരായിരിക്കും. കുഴപ്പമില്ല, താഴ്ച അവിടെ തന്നെ ഈ പ്രസിഡന്റ് അങ്ങനെ ചില പണികളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മള് ഈ മൊയ്തീൻ മാഷെ സ്കൂളിൽ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അനുശോചന യോഗത്തിൽ സംസാരിച്ച നമ്മുടെ അബ്ദുള്ള മാഷൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹം 1979 MJ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ച സമയത്ത് നമ്മുടെ മാനേജറുടെ ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു ഏറ്റവും മികച്ച ഒരു പ്രധാന അധ്യാപകനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ 2 സ്കൂളുകൾ ക്ലാസ് എടുത്തിരുന്നു അദ്ദേഹം. പിന്നെ ചന്ദമംഗല സ്കൂളും പൂവമ്പായി സ്കൂളിലും അധ്യാപകനായി ജോലി ചെയ്ത മൊയ്തീൻ മാഷെ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഈ പിന്നെ നമ്മുടെ വേണ്ട അതിനെ പ്രശ്നമൊന്നുമില്ല. ഈ മൈക്ക് വെച്ചോ, അല്ല ഈ മൈക്ക് വെച്ചോ, നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കില്ല. റെക്കോർഡിംഗ് കിട്ടും. എന്നാലും എൻ്റെ മുമ്പ് സംസാരിച്ചത് ഒന്നൊരു കുഴപ്പമില്ലല്ലോ. എനിക്കതെ അതെ. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള തീരുമാനമായിരുന്നു ഏറ്റവും വലിയ ഒരു MJ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്നാണ് ആ വേദിയിൽ വെച്ച് സംസാരിച്ച പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്. ഒരു നാട്ടുകാരനായൊരു അധ്യാപകം വേണ്ട എന്നും അന്ന് തീരുമാനമായി. അപ്പോൾ മൊയ്തീൻ മാഷെക്കുറിച്ചുള്ള അറിവ് ആ സമയത്ത് തന്നെ PP അദ്രൈമ മാഷക്കും MJയുടെ അന്നത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്ന നമ്മുടെ ഈ പിന്നെ ഇന്നും നമ്മുടെ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ പോക്കരി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഭയങ്കരമായിരുന്നു. കാരണം അത്രയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ നല്ല കെൽപ്പുള്ള ഒരാളെന്നുള്ള നിലക്ക് ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരിക ചെയ്തു, മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ ഇവിടെ എത്തിയതിന് ശേഷം അവർ പറയുക, ഒരു ദിവസം പോലും ഒരു 9 മണിക്കോ 10 മണിക്കോ മൊയ്തീൻ മാഷ് നമ്മളാരെങ്കിലും രാവിലെ 7 മണിക്ക് അദ്ദേഹം സ്കൂളെത്തും. നമ്മൾ ഇപ്പോഴേ അറിഞ്ഞു ശരിക്കും നമ്മളെ കണ്ടിട്ടില്ല. കാരണം മൊയ്തീൻ മാഷ് വരുന്നതും പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും പോയതിന് ശേഷം മാത്രമേ മൊയ്തീൻ മാഷ് പോകുള്ളൂ. അത് ആ സമയത്തേക്ക് വളരെ വൃത്തിയായി ഒരുങ്ങി ആ മുടിയൊക്കെ വാർന്നു നിൽക്കുന്നത് ഞാൻ വേറൊരാൾക്ക് അങ്ങനെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ല. ഓർമ്മല്ലേ? അങ്ങനെയുള്ള ആ ഒരു നമ്മെ സമയത്തോളം ഒരു UP സ്കൂള് എന്ന് പറയുന്ന എൻ്റെ മൂർക്കോണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിങ്ങോട്ട് 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ പേടിയാണ്. MJയിലേക്കാണ് പോകാനുള്ളത്. ആടൊരു എച്ചമുണ്ട്, എൻ്റെ കുരുത്തക്കോടൊന്നും ഇനി നടക്കൂല എന്നുള്ള രീതിയിലാണ് അന്ന് അവിടുത്തെ മാഷുമാരെന്നെ പറയും. വളരെ ചോക്കണം. നമ്മുടെ UP സ്കൂളിൽ തന്നെ MJ സ്കൂളും അതാ എൻ്റെ ക്ലാസ്മേറ്റ് ആയി വിള് UPയിൽ വേറെ ആരും എൻ്റെ കൂടുതലുമില്ല. ഓർക്കല്ലേ? മൂർക്കംകുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അടങ്ങിയോ എന്നുള്ളത് പിന്നെ ഓക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ അവിടുന്ന് പറയല അങ്ങനെ അത്ര. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊണ്ട് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ വരുമ്പോൾ വാപ്പയ്ക്കൊക്കെ എൻ്റെ വാപ്പയൊക്കെ ഉള്ള ഒരു സമാധാനം MJയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ എല്ലാവരെയും വാപ്പന്മാർക്കുള്ള സമാധാനം. നമ്മളെ ചേർക്കാൻ കൊണ്ടുപോകുന്ന MJയിലാണ് എൻ്റെ എല്ലാ അലമ്പും അതോടെ നിൽക്കുന്നത്. സത്യമായി ഒരു മനുഷ്യൻ അവരായിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ഇത്ര പിന്നെ കർക്കശമായി ഒരു ചൂണ്ടുവിരൽ നിർത്താനുള്ള ആജ്ഞാശക്തിയുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ആണ് കേട്ടോ. ഒരാളെ എനിക്ക് കാണുകയില്ല.
നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഇനി എന്തൊക്കെ വിയോജിച്ചു. നമ്മളെ ഒരു ക്ലാസ്സിലെ ഗ്രൂപ്പ് പോലെ സുഹൃത്ത് പോലും അദ്ദേഹത്തോടുള്ള വിയോജിപ്പോട്ടായിരുന്നു ഇറങ്ങിപ്പോയത്. പക്ഷേ അയാളത് മരണാനന്തര ചടങ്ങിൽ അയാൾ മുഴുവനുള്ള കാണുകയും ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. അത് ചില ആളുകളെ ചില വാക്കുകളുടെ കാര്യമൊന്നും അയാളെ കർമ്മത്തിലുണ്ടാവില്ല കേട്ടോ. അല്ല അവൻ മുഴുവൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും പോട്ടെ, ആരോട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. MJ സ്കൂൾ വിട്ട് റിട്ടയർ ആയതിനു ശേഷം എല്ലാ ആളുകളും MJ എന്നല്ല ഏത് ജോലി സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം വീട്ടിലിരിക്കുന്ന പകരം 10 സ്കൂളാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. 10 വിദ്യാലയങ്ങൾ. അപ്പോൾ അതിൽ റിട്ടയർ ആകുന്നതിന് മുന്നേ മാഷ് കുറച്ച് സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടായിട്ട് കൂടിയാണെന്ന് തോന്നുന്നു സൗദി അറേബ്യയിൽ പോയത്. അവിടെയും വലിയ 6 വർഷക്കാലയളവോളം ജോലി ചെയ്ത് പിന്നെ റിട്ടയർ ആകാനുള്ള സമയത്താണ് ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും കുട്ടികളൊന്നും ഏറ്റത്ര ഇടപഴകിയൊന്നല്ല. റിട്ടയർ ആയതിനു ശേഷം പിന്നെ നമ്മുടെ സമീപത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയും ക്ഷണിക്കപ്പെട്ട അധ്യാപകനായിരുന്നു. ഏറ്റവും നല്ല ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള പേരിൽ മൊയ്തീൻ മാഷുള്ള നമ്മൾ കാണും. അപ്പോൾ എപ്പോഴും നമുക്ക് പലർക്കും ഈ മൊയ്തീൻ മാഷിലെ ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ MJയെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ അനുസ്മരണം അനുമോദനമൊക്കെ വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എന്നതിനേക്കാൾ അപ്പുറം MJയോടുള്ള വല്ലാതൊരു MJയായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അന്നുണ്ടാക്കി വെച്ച ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇന്നും അന്നും ഒക്കെ ഞാനുണ്ട് എന്ന് അറിയിക്കാനൊക്കെ ഉള്ള വ്യഗ്രത എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കണ്ടാണ്. അതുകൊണ്ട് നമ്മളോടൊക്കെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആരാ അങ്ങനെ പോയതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ അന്നിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കുറിപ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അന്ന് ഭയങ്കര ഒരു ഭാഗ്യം എനിക്ക് അന്നൊരു വല്ലാത്തൊരു മുജീബ് ആ സംഗതി ഇട്ട സമയത്ത് എനിക്കങ്ങനെ ഒരു മരണ വാർത്ത ഉണ്ടാവില്ല, ഒരു ഉൽക്കവും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരാൾ പോലെയാണെങ്കിൽ പക്ഷേ ഇന്നെ വിളിച്ച് തലയിൽ പറഞ്ഞ ആ വാക്കാണ് എനിക്ക് മരണം വരെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നവരെ എനിക്ക് ക്ലാസ് എടുക്കണോ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാനിപ്പോൾ പോകുന്ന സ്കൂളിൽ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ആ മനുഷ്യൻ അന്ന് ഫോൺ കട്ട് ചെയ്ത്. യെസ്, അന്ന് രാവിലെ ഏതോ പരിപാടിക്ക് പോകാനിങ്ങനെ ഇറങ്ങുന്ന ഒരു സമയത്താണ് പിന്നെ മോനെ വിളിക്കാതെ. ഞാൻ വിചാരിച്ചു ഇത്ര മനുഷ്യൻ ഒരാളുടെ ഒരു സ്വഭാവത്തിൻ്റെ അകത്ത് ഇത്ര വിപരീതമായൊരു ഹൃദയമുണ്ട് നമ്മൾ വിചാരിക്കില്ല. അത്രയും കല്ലായൊരു മനുഷ്യനായിരിക്കും മൊയ്തീൻ മാഷ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു അധ്യാപനമില്ലാത്ത അത്രയും ഹൃദയത്തിൻ്റെ വലിപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു, അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് മൊയ്തീൻ മാഷ് ഏറ്റവും വലിയ സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് നമ്മൾ പിന്നീടുള്ള സമയത്തൊക്കെ MJയിൽ പല സ്ഥലത്തെയും കുട്ടികളെ MJയിലൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു സ്വീകാര്യതയും ആ ഒരു നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ ഭയങ്കരമായി അദ്ദേഹം സൂക്ഷിച്ചു എന്നുള്ളതാണ് ഒരു കാര്യമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അന്ന് തന്നെ എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്കൂളുകാർ അതിന് വേണ്ടിയുള്ള അറ്റൻഷനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തായ മധുവിനോട്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ ഇത്ര സ്വാധീനിച്ച ഇങ്ങനെ ആഴത്തിലൊരു നാട്ടും പുറത്തെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. MJ സ്കൂള് ആ വാക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നാം. മൊയ്തീൻ മാഷ് വിരിച്ച പായയിലാണ് പിന്നീട് MJ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് നിന്നത് എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്നും ആ ഒരു പേരിൽ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് ജില്ലയിൽ എൻ്റെ ഓർമ്മയിൽ 10-400ഓളം സ്കൂളുകളുണ്ട്, ഹൈസ്കൂളുകളുണ്ട്, 700ഓളം ഹൈസ്കൂളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്കൂൾ മാത്രമാണ് ഇന്നും ടോപ്പ് ലെവലിൽ കുട്ടികളുള്ളത് MJയിലാണ്. ഇപ്പോൾ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചക്കാലക്കര സ്കൂൾ കഴിഞ്ഞ വർഷം ഈ വർഷം കുറച്ചുകൂടെ കുട്ടികളെ കൊണ്ടുപോകുന്നത് വേറൊരു സ്കൂൾ MJ അത് ഏറ്റവും നാട്ടും പുറത്താണ്. ഗതാഗത സൗകര്യം ഇല്ലാത്ത ഒരുപാട് എത്തിപ്പെടാൻ പ്രയാസമില്ല. പ്രത്യേകിച്ച് വട്ടോളിക്ക് അന്നൊരു പേരുണ്ടായിരുന്നു. MJക്ക് മുമ്പും ബിംബോ എന്നാണ് പറയുന്നത്. MJ സ്ഥാപിച്ചതുകൊണ്ടാണ് വട്ടോളി UP സ്കൂൾ പോലും ഇത്ര ശക്തം ചെയ്തത്. ഇവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വട്ടോളി സ്കൂൾ കൊണ്ട് ചേർത്ത എത്രയോ കുട്ടികളുണ്ട്. ആ ഒരു പേരിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ MJ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിന് ശേഷമൊന്നും അദ്ദേഹത്തിന് ശേഷം അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായി. ആ സ്വാധീനത്തിൽ തന്നെ ഞാൻ അവരൊന്നും കുറ്റം പറയല്ലേ, അവർക്ക് അത് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവത്തിൽ തന്നെയാണ് MJ ഇന്നും അറിയപ്പെടുന്നത്. കാരണം 91 നമ്മൾ ഇറങ്ങിയ അതേ വർഷം അദ്ദേഹം സ്കൂൾ വിട്ടിറങ്ങിയിട്ടുണ്ട്. എത്ര വർഷമായി നമ്മളിറങ്ങിയ അതേ വർഷം. പക്ഷേ ഇന്നും അത്ര സ്വാധീനിക്കുക ഇനി വേണ്ട സ്കൂൾ വേണ്ട, ഈ പ്രദേശത്തുള്ള ഏതൊരാളോട് നമ്മളൊരു ഏജുള്ള അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഏജുള്ള ഏതൊരാളോടും അദ്ദേഹം ആരായിരുന്നു ചോദിച്ചാൽ ആൾക്കാർ. എൻ്റെ ഉമ്മയൊക്കെ ഞാൻ ഈ ഒരു മരണവാർത്ത പറഞ്ഞ സമയത്ത് ഉമ്മയ്ക്ക് ഭയങ്കര കരച്ചിലാവുന്നു. കാരണം എൻ്റെ പെങ്ങളെയും എന്നെയൊക്കെ അന്ന് സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഞങ്ങൾ വന്ന് പറയുന്ന സ്കൂൾ വിശേഷങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നാഥൻ എന്നുള്ള ഒരച്ഛനല്ല ഒരു ഉപ്പ എന്നുള്ള സ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, നമ്മുടെ ആ കരുതൽ, ആ കരുത്ത്, നമ്മളൊക്കെ ഇങ്ങനെ നന്നാകുന്നു എന്നൊരു സന്തോഷം നമ്മുടെ ഉപ്പമാർക്ക് അച്ഛന്മാർക്കുള്ള അത് വലിയൊരു കാര്യമാണ്. നമ്മളൊന്നും അലമ്പാകുന്നില്ല. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഒരു ഹൈസ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയെയും ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് സ്കൂളിലേക്ക് തിരിച്ചു പോയപ്പോൾ പറയുന്നത് ബിയാസിന്ന് ഇനി ഈ മക്കളെ പഠിപ്പിക്കുന്നില്ല പ്രശ്നം, ഈ മക്കളെ ഇനി മേയ്ക്കണമല്ലോ എന്നാണ്.
അത്രമേൽ അലംഭാവും അലസതയും പ്രയാസങ്ങളും അച്ചടക്കരാഹിത്യവും ഉണ്ടാക്കുന്ന ഒരു തലമുറയ്ക്കിടയിൽ അന്ന് എങ്ങനെ സാധിച്ചു എന്നൊരു വിസ്മയത്തെ മാത്രം ആരാധനയോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാൻ നീട്ടുന്നില്ല. ഏതായാലും നമുക്ക് എന്നും മരണത്തിന് ശേഷവും ഒക്കെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ബാച്ചിലും അദ്ദേഹത്തിൻ്റെ ഒരു എൻഡോമെൻ്റൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു സംഗതി അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു ആദരവായിരിക്കും. നമ്മുടെ ബാച്ച് ശ്രദ്ധിക്കണം. മുജിയൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള സാധനങ്ങളൂടെ നമ്മുടെ പുതിയ കമ്മിറ്റി ഏൽപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്കൂൾ MJ ചെയ്യാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെ അവരുടെ ഒരു പേരിൽ ഒരു അനുസ്മരണം കൂടി വെക്കുമെന്നാണ് അന്ന് വേദിയിൽ ഗഫൂർ മാഷ് പ്രഖ്യാപിച്ചത്. അന്ന് MJ സ്കൂൾ അധ്യാപകരും കുറച്ച് ആളുകളാണെന്ന് എത്തിയത്. പക്ഷേ വിപുലമായൊരു പരിപാടി ഇനി ആളുകൾക്ക് തോന്നുകയാണ്, അതിന് അർഹതയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പൂരിൽ നടന്ന ആദരണവിനേക്കാൾ ശരിക്കും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ്. ശരിക്കും ഒരാൾ ശരിക്കും പോകുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ കൃത്യമായ വില അറിയും. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വ്യക്തിക്ക് കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാറില്ല എന്ന വലിയൊരു അപരാധം കൂടെ നമ്മൾ വഹിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും എനിക്ക് അത് പറയാൻ കാരണം ഞാൻ മൊയ്തീമാഷ പേരിൽ പൂനൂരിൽ നടന്ന പൗരാവലിയുടെ സ്വീകരണത്തിൽ ഒരുപാട് കുട്ടികളെ വന്നു ചേരാമായിരുന്നിട്ടും എത്തിച്ചേരാത്ത ഒരുപാട് ആളുകൾ അഭാവം ഉണ്ടായപ്പോൾ വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ മറക്കുന്ന, നമ്മുടെ വേരുകളെ മറക്കുന്ന, നമ്മെ നന്മയുള്ള വഴിയിലേക്ക് നയിച്ചവനെ മറക്കുന്ന സ്വഭാവത്തിന് ഉടമകളായിപ്പോയ ആളുകളുള്ള പ്രയാസം വേദനയൊക്കെ ആ സമയത്ത് തോന്നിയത്. പക്ഷേ ഇന്ന് അവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, മൊയ്തീമാഷ് പോയില്ലേ, മൊയ്തീമാഷ് ഇല്ലല്ലേ എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മെ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഇത്ര സ്വാധീനിച്ച ഒരു വ്യക്തി ഇനി ഉണ്ടാവില്ല. സംശയമുണ്ട് ആ കാര്യത്തിൽ? ഇല്ല. ഏതായാലും അത്രയും ബഹുമാന്യായ ദിവ്യപ്രഭാവൻ്റെ മുന്നിൽ നമ്മൾ ആദര നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പാരത്രിക ജീവിതത്തിൽ ഏറ്റവും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു അനുശോചനം ആ കുടുംബത്തിന് എല്ലാവിധ ക്ഷമയും ഈ ഒരു വേദിയിൽ നമ്മളെല്ലാ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി അർപ്പിക്കുന്ന അനുശോചന വാക്യങ്ങളും എല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് കൂടെ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ലേഡീസിൻ്റെ പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. ഇതുണ്ടോ? ഇപ്പം എന്താ പറയേണ്ടതെന്ന് അറിയൂല, പ്രസംഗിക്കാനും അറിയൂല. എന്നാലും 2 വാക്ക് പറയണം എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ MJയിൽ ചേർന്നിട്ട് 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്ത HM ആണ്. ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബുക്കായിട്ട് ഇങ്ങനെ കയറി വരുന്നതും ആ ക്ലാസ് എടുക്കുന്നതൊക്കെ നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ഡാഫോഡിൽസിൻ്റെ പദ്യം ചൊല്ലിത്തന്നൊക്കെ എപ്പോഴും അങ്ങനെ മായാതെ കിടക്കുകയാണ് മനസ്സിൽ. പിന്നെ അത് നല്ലൊരു ഓർമ്മയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പേടി മാറി കിട്ടിയിരിക്കുന്നു അന്ന്. അങ്ങനെ ക്ലാസ് എടുത്ത് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എന്നെ ചേർത്താൻ വന്നപ്പോൾ അങ്ങനെ തന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. 5നെ 1 കൊണ്ട് അരിച്ച എത്ര ആണെന്ന്. അപ്പോൾ അരിക്ക് എന്താണെന്ന് വരെ നല്ലോണം അറിയൂല. അന്ന് ഭരണത്തെ പറ്റിയൊന്നും അറിയില്ല. അപ്പം വായിച്ചുകൊണ്ട് അപ്പോൾ പേടി കൊണ്ട് ഞാൻ 5 എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ശരിയാണെന്ന് പറഞ്ഞു. അറിയൂല കേട്ടോ. അപ്പോൾ എൻ്റെ വായിച്ചിൻ്റെ മനസ്സിലുണ്ടായൊരു സന്തോഷം, ഒരു മാസം മുന്നിൽ നിന്ന് അത് HMനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇവിടെ ചേർത്തിയാലൊക്കെ എല്ലാം ഇതായി എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ വാപ്പക്കൊക്കെ. അപ്പോൾ ആ ഒരു സന്തോഷം വായിച്ചിൻ്റെ മുഖത്ത് ഉണ്ടായതും ഓർമ്മകളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നല്ലൊരു ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് കേട്ടത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലായതും ഈ ജീവിതത്തിൽ ഇന്ന് വരെ അത് നല്ലോണം മക്കളുടെ ഇടയിലാണ് കുടുംബജീവിതത്തിലായാലും നിലനിർത്തി കൊണ്ടുപോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അത് എനിക്ക് പറയാനുണ്ട്. അതും ഇവിടുന്ന് മാഷ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഡിസിപ്ലിൻ എപ്പോഴും പറയാതായിരുന്നല്ലോ മാഷ്. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളൂ. പട്ടം കിടക്കാൻ നമ്മളെ ഇവിടുന്ന് ഒരുപാട് അടി കിട്ടിയ ആളാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം, 100% ഭയത്തിൽ തുടങ്ങി 101% സ്നേഹത്തിലാണ് അച്ഛൻ നമ്മളിവിടെ കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും 100% ഭയമായിട്ട് അച്ഛൻ നമ്മൾ ഇതിനു മുമ്പ് വിദ്യാലയങ്ങൾ പഠിച്ചു, പല വിദ്യാലയങ്ങളും നമ്മൾ MJയിലേക്ക് വന്നത്.
പക്ഷേ എച്ച്.എം. എന്നുള്ളൊരു പേര് മൊയ്തി മാസ്റ്റർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ വല്ലാതെ സ്കൂൾ പഠിച്ചപ്പോൾ അവിടെ ഒരു മാഷുണ്ട്, വളരെ പഠിച്ച സ്കൂളുണ്ട്, നമ്മളെല്ലാവരും പഠിച്ച സ്കൂളിൽ മാഷന്മാരുണ്ട്. പക്ഷേ നമ്മളവരെ പേര് കൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എച്ച്.എം. എന്നുള്ളൊരു പദം അത് മൊയ്തി മാഷയ്ക്ക് മാത്രം. എനിക്ക് തോന്നുന്നത് മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിലും ഒരു പുതിയ എച്ച്.എം. എന്നുള്ളൊരു പദം അവർ മനസ്സ് തട്ടിക്കൊണ്ടായിരിക്കും കഴിയില്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭയത്തിലാണ് ഇന്ത്യയിൽ വന്നത്. അതേസമയം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആ കാലഘട്ടത്തിലുള്ള ഭയമൊക്കെ മാറി പിന്നെ എച്ച്.എം.ആയിട്ട് കൂടുതലെടുത്തു. ഞാനൊക്കെ കുടുംബപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. കാരണം എൻ്റെ ഫാദറും എച്ച്.എം. ഒരുമിച്ചാണ് ഫറൂഖ് കോളേജിൽ പഠിച്ചത്. അതിനുശേഷം എൻ്റെ സിസ്റ്ററും മൊയ്തി മാഷും മുത്തമുള്ള സാജിദൊക്കെ മണ്ണാർക്കാട് കോളേജിലൊക്കെ ഒരുമിച്ച്. അപ്പോൾ അന്ന് മുതലേ ഞാൻ 2 മുതലേ പഠിക്കുന്ന കാലം മുതലേ എച്ച്.എം.ആയിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബന്ധം. അതിന് ശേഷം വന്നു പിന്നെ നമ്മൾ ഗെറ്റുഗതറും കാര്യങ്ങളൊക്കെ മൊയ്തി മാഷായിട്ട് വീണ്ടും എടുത്തു. ആ സമയത്ത് ഒരു ദിവസം എൻ്റെ പെങ്ങളെ നമ്പർ മൊയ്തി മാഷനോട് വാങ്ങിയിട്ട് അവളെ വിളിച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം മൊയ്തി മാഷ് സംസാരിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു വിദ്യാർത്ഥിനിയോട് മൊയ്തി മാഷുള്ളൊരു ബന്ധമാണത്. അവളൊക്കെ സ്കൂൾ തുടക്കത്തിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അത്രയും ബാക്കി നമ്മൾ 2 വർഷം മുമ്പാണ് എച്ച്.എം. അവളെ വിളിക്കുക, ഇത്രയും സമയം സംസാരിക്കുന്നത്. അത്രയും ഓരോ വിദ്യാർത്ഥികളെയും ഓർമ്മ വെച്ചുകൊണ്ടാണ് എച്ച്.എം. നമ്മളെല്ലാവരും തീർച്ചയായും നമ്മൾ എച്ച്.എമ്മിൻ്റെ മനസ്സിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ആ എച്ച്.എം. ഈ പറഞ്ഞ പോലെ ഭയത്തുനിന്ന് മാറി. പിന്നെ ഇപ്പോൾ നമ്മൾ എച്ച്.എമ്മിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒക്കെ സ്നേഹം മാത്രമേ പറയാനുള്ളൂ. അത് തന്നെയാണ് ഒരു ഹെഡ് മാസ്റ്റർ എന്ന രീതിയിൽ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ആ വിജയത്തിലേക്ക് എച്ച്.എമ്മിന് 100% എത്താൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. കൃതജ്ഞതയോടെ അദ്ദേഹത്തിൻ്റെ മോശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൈയിട്ട് ഇതൊക്കെ ഉണ്ടോ ഇതിലുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നല്ലൊരു പ്രാതിനിധ്യമാണ് മുൻപത്തെ പല പരിപാടികളിലും വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ഹെഡ് മാഷെ ഒരു അനുസ്മരണത്തിന് എല്ലാവരും എത്തിച്ചേർന്നത്. മാഷെപ്പറ്റി വലിയൊരു അനുഭവമൊന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് എപ്പോഴും ഹെഡ് മാഷ് മൊയ്തി മാഷ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ MJ സ്കൂളിനെ സംബന്ധിച്ച് മറ്റു സ്കൂളുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് നടക്കുന്നൊരു സ്കൂളുകളിൽ നിന്നും നമ്മളൊരു അച്ചടക്കത്തിൽ ഈ കലാലയത്തിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങാൻ മാഷയുടെ ആ ഒരു അച്ചടക്ക ആ കർക്കശ നിലപാട് നമുക്ക് പിന്നീടും മുൻപോട്ടുള്ള ഓരോ ഘട്ടത്തിൽ നമുക്കത് അനുഗ്രഹമായിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അനുഭവത്തിലൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മൊയ്തി മാഷയ്ക്ക് നമ്മളെ 91 ബാച്ചിൻ്റെ ഒരു പ്രത്യേക പരിഗണനകളും പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ മുൻപ് ആ ഡയറക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമ്മളൊരു പരിഗണനയൊക്കെ കൊടുത്ത് അതിൻ്റെ പിന്നെ പ്രകാശനത്തിൽ മൊയ്തി മാഷ് ഗസ്റ്റായിട്ടും ആ ഒരു ഘട്ടത്തിലൊക്കെ മൊയ്തി മാഷ് നമ്മൾ ഒരുപാട് ഒരു ബാച്ച് പ്രത്യേകിച്ച് ഒന്ന് പരിഗണിച്ച് സാറിന് വേണ്ടുന്ന ഒരു ആദരവ് പോലെ തന്നെ നമ്മൾ പരിഗണിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെഡ് മാഷ ഒരു കർക്കശ നിലപാടിനൊക്കെ പിന്നേക്കാണ് നമുക്ക് അതിൻ്റെ ഒരു മധുരം അനുഭവപ്പെടുന്നത്. നമ്മൾ അന്ന് നമുക്കൊരു ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പല പ്രയാസങ്ങൾ വരുമ്പോഴാണ് അച്ചടക്കത്തിൽ വളർന്നതിൻ്റെയും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ ഈ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഒരു അച്ചടക്കം കിട്ടിയാൽ നമ്മളാ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയതുപോലെ ഒരു അച്ചടക്കത്തിൽ ഒരു കലാലയം കിട്ടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഹെഡ് മാഷ ഒരു അന്നത്തെ ഒരു വില ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മൊയ്തി മാഷെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു വിതുമ്പലോടെ നമ്മളൊരു ഇത് അർപ്പിച്ചുകൊണ്ട് മാഷെ പരലോക ജീവിതത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഇപ്പോൾ മൊയ്തി മാഷെ കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്കാർക്കും പറയാനില്ല. എല്ലാവർക്കും ഒരേപോലെ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ സംസാരിക്കാൻ വന്നത് വേറൊന്നുമല്ല. ഇന്ന് രാവിലെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, മക്കളെ കണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനും കൂടി പറഞ്ഞു.
പിന്നെ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും അനിഷ്ടമുണ്ടാകുന്ന സംഗതി മാഷ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരെയും മുമ്പിൽ പറയാണ്. കേക്ക് കിട്ടിയില്ല. കേക്ക് കണ്ടു നോക്കുമ്പോൾ വേറൊന്നും കാണുന്നില്ല. ഇല്ല, ഒച്ച കുറവായതുകൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ കേൾക്കാത്ത ആളുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോയ സമയത്തെ ഇന്ന് രാവിലെ ഞാനിവിടെ പോയിരുന്നു, കുട്ടികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു. അവർക്ക് ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്, മരിച്ചതിൻ്റെ 3 ആയതുകൊണ്ട്. ഒന്നുമില്ല, അധ്യാപന സമയത്ത് മാഷഭാഗത്തു നിന്ന് എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവാൻ വഴിയില്ല, ഒരു അധ്യാപകനായതുകൊണ്ട് ഒരു പക്ഷേ ചിലരുടെ മനസ്സിലെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയാണ്. മാഷെ മരണാനന്തര ജീവിതങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിട്ട് ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഞാൻ പ്രസംഗിച്ച എൻ്റെ കേക്ക് വരും, എൻ്റെ കടി പോകും. തോനെ അരമണിക്കൂറാ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സൗണ്ട് ഇല്ലേ? ഹായ് ഫ്രണ്ട്സ് എല്ലാവരും. നമ്മളെല്ലാവരും ഇപ്പോൾ എച്ചമ്മിനെ പറ്റി നിങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ നമ്മൾ MJ ഓരോരോ ബാച്ചിലും ഓരോരോ ഇതും ക്ലാസ് വരുമ്പോൾ 8, 9, 10 വരുമ്പം ഓരോരോ ലീഡർമാരെ എച്ചമ്മ ആളറിയാണ്ടാക്കുക. അതിനും കുട്ടികളൊന്നും അറിയാണ്ട്, ക്ലാസ്സിലൊന്നും അറിയാണ്ട് ഓരോരോ ലീഡർമാരെ തിരഞ്ഞെടുക്കാൻ ആക്കുക. അതിന് നോക്കാൻ അസ്കറിനറിയോ? ചാരന്മാരാ. അപ്പോൾ അതിലൊരാളതിനും ഞാൻ. നിങ്ങളെ കച്ചറകളൊക്കെ പിടിച്ച് എച്ചമ്മിന് പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരാളതിനും ഞാൻ. പക്ഷേ ഞാനെല്ലാ കച്ചറ കളിക്കെങ്കിലും എച്ചമ്മിൻ്റെ കച്ചറ ഒന്നും ഇതുവരെ പിടിച്ചിട്ടുമില്ല, ഞാനിത് കളിച്ചിട്ടുമില്ല. അപ്പോൾ എച്ചമ്മിന്നെ അത്രയും എൻ്റെ ഫാമിലിനെ, എൻ്റെ താത്താണ് ഫസ്റ്റ് ബാച്ചിൽ MJ പഠിച്ച്. ആദ്യയിൽ താത്തൻ എന്നെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുവന്ന്. അപ്പോൾ താത്തനെ മാതിരി ഞാനും പഠിക്കുമെന്നാണ് താത്ത എച്ചമ്മ വിചാരിച്ചത്. പക്ഷേ ഞാൻ പഠിച്ചിട്ടുമില്ല, ഫെയിലും. ഞാൻ മുതലെടുത്ത് ഇന്നെ ലീഡറാക്കി. പക്ഷേ സാജിന, അസ്കറിന ഒക്കെ ഞാൻ എച്ചമ്മിനോ പറഞ്ഞു കൊടുത്ത ഒരു അനുഭവം വയ്ക്കുന്നുണ്ട്. അല്ല, എന്തായാലും എനിക്കും അറിയാം. പിന്നെ പറഞ്ഞു കൊടുക്കാൻ നമ്മളത് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാവരെയും വെള്ളം ഇതൊക്കെ എല്ലാവർക്കും എച്ചമ്മിൻ്റെ അടുത്തെത്തുമ്പോൾ എച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം. പിന്നെ ഇപ്പം തങ്ങൾക്ക് ആർക്കും ഇപ്പം തലയിൽ മുടിയില്ല. എച്ചമ്മിന് മരണം വരെ തലയിൽ നല്ല ബ്ലാക്ക് മുടി തന്നെ. അല്ല, വാങ്ങി കറുപ്പിച്ചായിരിക്കും. അത് നമുക്ക് എപ്പോഴും എച്ചമ്മിൻ്റെ അന്നും ഇന്നും എച്ചമ്മ ഈ 82ാമത്തെ വയസ്സിലും നമ്മളിപ്പോഴാണല്ലോ ഈ നല്ല ഡ്രസ്സും അയൺ ചെയ്തൊക്കെ ഇടുന്നത്. എച്ചമ്മ അന്നും ഇന്നും അയൺ ചെയ്ത് സ്കൂളിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാനൊരു, നമ്മൾ ആരും മാതിരിയല്ല എച്ചമ്മ അങ്ങനെ കാണാൻ അത്രയും ഡീസൻറ്റിലാണ് സ്കൂൾ വന്നത്. അപ്പോൾ ഇപ്പോഴെല്ലാവരും ഡീസൻറ്റിലാണ് വരുന്നത്. ഇപ്പോൾ മാഷുമാർ ഇത്രയും നല്ല പിന്നെ നല്ല ഷർട്ടും എത്രയും ബ്രാൻഡാണോ ആ ബ്രാൻഡാണ് ഇപ്പോൾ മാഷുമാരുടെ. പക്ഷേ അന്ന് എച്ചമ്മ അന്നൊരു ബ്രാൻഡ് ഷർട്ടൊക്കെ ഇട്ട് തന്നെ എച്ചമ്മ അന്നും നമുക്ക് ഇന്നും ഇതുവരെ ആ മുടിയും ആ ഡ്രസ്സും നമ്മൾ എപ്പോഴും മനസ്സിലോർക്കുന്നു. പിന്നെ എല്ലാവർക്കും നന്ദി പറയണം. അയ്യോ, എല്ലാവർക്കും നന്ദി. എൻഡോവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് അടുത്ത മീറ്റിംഗിലായിട്ട് സവാദ് പറഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്നലെ രാവിലെ ഏകദേശം ഒരു 8:30, 9 മണിയാകുമ്പോൾ എൻ്റെ ഉമ്മ വിളിക്കുകയാണ് എന്നെ. ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ നീ അറിഞ്ഞില്ലേ
മൊയ്തീൻ മാഷ് മരിച്ച വിവരം. ആക്ച്വലി അതിന് മുമ്പ് ഞാൻ വാട്സപ്പിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഫാദറാണ് പറഞ്ഞത്. അപ്പോൾ അവർ ആ ഇമ്പോർട്ടൻസിൽ വിളിച്ച് പറഞ്ഞ് ഈ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് മാത്രം മതി. നേരത്തെ ആരെ പോലെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ തന്നെ അദ്ദേഹത്തിനോടുള്ള ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷൈജി പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാനാണ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, LP UP ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സത്യം പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർമാരുടെ പ്രിൻസിപ്പാളുടെ പേര് പോലും പലരുടെ ഓർമ്മയില്ല. എസ്പെഷ്യലി UP LP എന്ന് എനിക്ക് അറിയ പോലുമില്ല. അപ്പോൾ സാറിന് എപ്പോഴും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ആ പേര് AK മൊയ്തീൻ മാഷ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് തന്നെയാണെന്നാണ് ഷൈജി പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനൊക്കെ ഇവിടെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നായിരുന്നു എന്താ സ്റ്റേഡിയം കണ്ടിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ലൊരു അച്ചടക്കമുള്ള ഒരാളായിട്ട് തിരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു, എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ സാറിനെ കാണുമ്പോഴേക്കുള്ള ആ ഒരു ഇപ്പോഴും ഓർമ്മയുണ്ട്. 9:30 ആകുമ്പോൾ, ചില സമയത്ത് 9:30 ആകുമ്പം ആയിരിക്കും നമ്മൾ ബസ് ഇറങ്ങി വരിക. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ കൂടെ സാറ് കാണാതെ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ ഒരു തവണ അടി പോലും ചീത്ത പോലും കിട്ടാതെ കഴിച്ചിലായതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ 2021 നമ്മുടെ പ്രോഗ്രാമിൽ സാറ് കാണുകയും പ്രത്യേകിച്ച് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഹൈറ്റ് കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സാറിന് എന്തായാലും ഓർമ്മയില്ല. കാരണം എനിക്ക് വളരെ ഹൈറ്റ് കുറവായിരുന്നു 1991. എന്തായാലും നമ്മുടെ ഓർമ്മയിൽ എന്നും സാർ ആരോ പറഞ്ഞ പോലെ നമ്മുടെ സാറിന് വേണ്ടി നമ്മൾ എൻഡോമെൻറ്റോ മറ്റു കാര്യങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സഹകരണങ്ങളും നമ്മളൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. വളരെ ദുഃഖകരമായൊരു സത്യം പറയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ശരിക്കും ഞാൻ മാഷോടൊപ്പം നിൽക്കേണ്ട ഒരു ദിവസമായിരുന്നു. 3 ആഴ്ച മുമ്പാണ് മാഷ് എന്നെ വിളിക്കുന്നത്. ഞങ്ങൾ 3 വ്ളോഗുകൾ മാഷോടൊപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് കുടുംബാംഗങ്ങൾ എന്നെ വിളിച്ചു, കലയിൽ നീ അത് ചെയ്തത് വളരെ നന്നായി, അതുകൊണ്ട് ഞങ്ങൾ മാഷ ഓർമ്മകൾ അവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. മാഷ കുട്ടികളെ കൂടെയും മാഷൊക്കെ ഒരു പൂച്ചയൊക്കെ ഉണ്ട്. ഈ പൂച്ചയും എനിക്ക് പാട്ട് പാടിയൊക്കെ തന്ന അതിലൊരു വ്ളോഗ് ആദ്യം ചെയ്തത് എനിക്ക് കിട്ടിയില്ല അന്നത്തെ ദിവസം. ഇന്നലെ ഞാൻ എവിടെന്നോ തപ്പി, എനിക്ക് തോന്നുന്ന ഒരു അധ്യാപക ദിനത്തിൻ്റെ അന്നാണ് ഞാൻ വെറുതെ ടീച്ചേഴ്സ് ഡേ നടിച്ച് നോക്കിയപ്പോഴാണ് മാഷ അന്നത്തെ ആ വ്ളോഗ് കണ്ടത്. എന്നിട്ട് ഞാൻ മാഷോട് പറഞ്ഞു, കലീല നീ വീണ്ടും വരണം, നമുക്ക് ഒന്നുകൂടിയും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മാഷോട് പറഞ്ഞു ഞാൻ ഈ അടുത്ത ദിവസം പൂനൂർ വരുമ്പം ഞാൻ എന്തായാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷോട് പറഞ്ഞു, മാഷെ നമുക്ക് ഈ പ്രാവശ്യം മറ്റേതെങ്കിലും ഒരു വിഷയത്തിലാക്കാം വ്ളോഗ് എന്ന് വിചാരിച്ചു. കാരണം മാഷ ഒരു കർഷകനാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും. വേണ്ട നമുക്ക് അധ്യാപകനെ കുറിച്ചും ടീച്ചിങ്ങിനെ കുറിച്ചും മാത്രം പഠിച്ചാൽ മതി എന്നോട് പറഞ്ഞ് ആ ഒരു വരവ് ഇപ്പം ഇന്ന് ഞാൻ വരുന്നത് ഈ ഒരു മീറ്റിങ്ങിലാണ്. ഒരു പക്ഷേ കാരുണ്യവാനായ ദൈവം ഇതൊക്കെ ആദ്യമേ കണ്ടിട്ടുണ്ടാവും ചിലപ്പം അല്ലേ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. കാരണം വെച്ചാൽ മാഷ അത്രയേറെ എല്ലാ പ്രാവശ്യം എന്നോട് പറയും, ഞാൻ എല്ലാ ആഴ്ച വരുമ്പോഴും മാഷ കൂടെ ബ്ലോഗ് ചെയ്ത് അത്രയും സന്തോഷമായിരിക്കും. മാഷക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മാഷ് പറയും കലയിൽ അന്ന് ബ്ലോഗ് ചെയ്തുകൊണ്ട് ഇന്ന് എൻ്റെ സ്റ്റുഡൻസിനൊക്കെ വീണ്ടും അറിയാൻ പറ്റി എന്നൊക്കെ പറയും. മാഷ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവിനെ അങ്ങോട്ട് പ്രണയിക്കുക എന്നുള്ളതാണ്. നമ്മളെ കുട്ടികളെയൊക്കെ പ്രണയിക്കാൻ പഠിപ്പിക്കണം അറിവിനെ. ഇപ്പം എൻ്റെ മോന് CA പഠിക്കാം. ഓൻ പഠിക്കുമ്പം ആദ്യം പഠിക്കുന്ന +2 പഠിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഓന് പിന്നെ CA പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെങ്ങനെ CA എടുക്കുകയാണ്. അവൻ തന്നെ പറഞ്ഞതാണ്. അവിടെ പോയി ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പറായിട്ട് അവൻ നിൽക്കുകയാണ്. കാരണം അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ സ്ഥാപനം വളരെ സ്ട്രിക്റ്റാണ്, നല്ല അച്ചടക്കമുള്ളൊരു സ്ഥാപനമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ്. ഇപ്പോൾ ഫോൺ കോളുകൾ മറ്റേതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ മോനോടും പറഞ്ഞു നിന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ കൊണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. കാരണം ഈ ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ലേണിങ്ങിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഈ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹോബിയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹോബിയാണ്. നമ്മൾ 91 ബാച്ച് കൂടിയ സമയത്ത് ഞാൻ ഷൈജുവിനെ വിളിച്ച് പറഞ്ഞു, ഷൈജു നീ കുറേ ഓഡിയോ ബുക്കൊക്കെ കേൾക്കണം, പുസ്തകം വായിക്കണം. ഞാൻ ഈ പൊട്ടയും തമാശയൊക്കെ പറഞ്ഞ് നടക്കെങ്കിലും എൻ്റെ ജീവിതം വളരെ സീരിയസാണ്. ഞാൻ വളരെ പഠിക്കാൻ വേണ്ടി സമയം, ഞാൻ മാഷ് കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചാൽ പറഞ്ഞു കലീലെ നീ ഇട്ട ആ ലാഫ്റ്റർ യോഗയുടെ വീഡിയോ എനിക്ക് നല്ല ഉപകാരപ്രദമായിട്ടോ എന്ന് പറഞ്ഞു. അറിഞ്ഞില്ല മാഷൊക്കെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പം ഞാനിട്ട ലാഫ്റ്റർ യോഗയുടെ കുറേ വീഡിയോസ്, ചിരിപ്പിക്കുന്ന കുറേ ക്ലിപ്പുകൾ, ഇതൊക്കെ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാഷോട് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം നമുക്ക് ജീവിതത്തിൽ ബാക്കിയാക്കാനുള്ളത് അറിവുകളാണ്. ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവ് നമ്മളെ മരണത്തോടൊപ്പം വരും എന്നാണ് കേട്ടത്. അതുപോലത്തെ ഒരു കാര്യമാണ് മാഷ് ഇട്ടത്. മാഷ് അന്ന് നമ്മൾ ബാക്കിയാക്കിയ അറിവ് നമ്മളിലൊക്കെ ഒന്ന് ആപ്ലിക്കേഷനായിട്ട് നമ്മളെ കയ്യിലുണ്ട്.
അപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും കുട്ടികളൊക്കെ ലൂസാക്കി വിട്ടാതാകും. ലൂസായി വിടുമ്പോൾ ഡിസ്ട്രാക്ഷനിലേക്ക് പോകും. അച്ചടക്കം തന്നെയാണ് ഇന്നത്തെ ആവശ്യം. അച്ചടക്കം തന്നെയാണ്. പിന്നെ പഠിക്കുന്നതിനെ പ്രണയിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷനേക്കാളും നമുക്ക് എൻജോയ്മെൻറ്റ് നൽകുന്ന കാര്യമാണ് പഠിക്കാമെന്നാണ്. നമ്മുടെ തലച്ചോറ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നറിയും. നിങ്ങൾക്ക് എന്നും യങ്ങായി നിൽക്കണമെങ്കിൽ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക. മാഷ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഒരു ടീച്ചറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതിന് തുല്യമാണ് അല്ലേ? ഞാനിപ്പം അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പം ഒരുപാട് പഠിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളോട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മളവരെ ബോധിപ്പിച്ച് കൊടുക്കണം. കാരണം ഇന്ന് ഹെഡ്മാഷ് റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളാണ്. ഹെഡ്മാഷ് നമ്മളെ പഠിപ്പിച്ച അച്ചടക്കം, ഞാൻ നേരത്തെ ബ്ലോഗ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ചടക്കമാണ് നമ്മളെ ഹെഡ്മാഷ് പഠിപ്പിച്ചത്. ഈ അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അറിവിന് മറ്റെന്തിനേക്കാളും നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നമ്മുടെ ജനറേഷനിൽ ആ സമയത്ത് നമുക്ക് എത്ര ഒരു സ്ട്രിക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിൽ ഒരുപാട് പുകവലിക്കാരും മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മളിൽ അത് വളരെ കുറച്ച് പേരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആരും അറിയില്ല, അങ്ങനത്തെ ആൾക്കാരില്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഒരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ മാഷ അച്ചടക്കം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അച്ചടക്കം നമ്മൾ പകർത്തുക, നമ്മൾ കുട്ടികൾക്കും അത് പകർത്തി കൊടുക്കുക. ഓക്കെ, സംസാരിച്ചില്ല.